അല്ല ഒരു ചോദ്യം ഒരു സാധനം കൂട്ടിച്ചേർത്ത് പറയാം. ഈ സ്വകാര്യ മേഖല ജോലി ഉണ്ടാക്കിയത് ഒരു ഒഴിവിന് വേണ്ടി ഗുജറാത്തിൽ ഒരു ഹോട്ടലിൽ ഇന്റർവ്യൂ നടന്നു അഹമ്മദാബാദിൽ. ഈ ആളുകൾ ഇടിച്ചു വരുന്ന ഹോട്ടൽ പൊളിഞ്ഞു പോയി. ഈ അമേരിക്കക്കാർ കാലിൽ ചങ്ങലിട്ട് കുറെ പേര് ഇങ്ങോട്ട് കയറ്റി വിട്ടല്ലോ. എവിടുന്ന് പോയതാ? ഗുജറാത്തിൽ നിന്ന് പോയതാ. എന്തിനു പോയതാ? ജോലി അന്വേഷിച്ച് ഏലിയൻ റൂട്ട് വഴി പിന്നെ എന്താണ് മനുഷ്യക്കടത്ത് വഴി പോകുന്നത് ഗുജറാത്തിൽ നിന്നും ഹരിയാനയിൽ നിന്നും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും. ഈ ചെലവിൽ BJP കളിയരുത്. ജോലി കൊടുത്തു ഇവരുടെ 3.5 ലക്ഷം. നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള എല്ലാത്തിലും ഒരു ഹരിയാനക്കാരനും കേരളത്തിൽ വരുന്നില്ല. ഒരു മിനിറ്റ്, ഒരു ഗുജറാത്ത് അല്ല, അങ്ങനെയൊന്നും പറ്റില്ല. പറയാൻ വേണ്ടി ചർച്ചയിൽ മറുപടി പറയും. ഒരു ഗുജറാത്തുകാരൻ കേരളത്തിൽ വരുന്നില്ല. ഒരു ഗുജറാത്തുകാരൻ ജോലി അന്വേഷിച്ചിട്ട് 3.5 ലക്ഷം നിയമനം പറയുമ്പോ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോലീസിന് വേറെ ബോർഡ്, ടീച്ചേഴ്സിന് നിയമിക്കുന്നത് പല പല ബോർഡുകളാണ്. കേരളത്തിൽ ഇതെല്ലാം കൂടി ആവുമ്പോഴാണ് ഇവരുടെ കയ്യിൽ പെരുപ്പിച്ച നമ്പർ ഉണ്ടാവുന്നത്. ആ കുട്ടികൾ മുട്ടിലഴിഞ്ഞ് നിൽക്കുന്നത്, പിന്നെ മുട്ടുകുത്തി നിൽക്കുന്നതും മുടി മുട്ടിലഴയുന്നതും മുടി മുറിക്കുന്നതും മൃതശരീരം പോലെ കിടക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? നിയമനം കിട്ടാൻ ആലോചനക്കാരൊന്നുമല്ലോ. അപ്പൊ ഈ കണക്കുകൾ വെച്ച് നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്? 2016, 2021 കണക്കുണ്ടല്ലോ നമ്മുടെ കയ്യില്. അല്ല, 2011ഉം 2016ഉം ഉണ്ട്, 2016, 2021 ഉണ്ട്. ബാക്കിയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിയമനം കൊടുക്കുന്നത് ഓരോന്നിനും ഓരോ ബോർഡാണ്. അപ്പൊ വീടിന്റെ കണക്ക് പറയുന്ന നിയമനം കിട്ടുമോ നോക്കാം. ഞാൻ പറഞ്ഞോളൂ, കാത്തിരിക്കാന്നേ. പറഞ്ഞത് ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ആളുകൾ ഉള്ളത് എന്നാണ്. ഒന്ന് എന്റെ ചോദ്യം, ഏതാണ് ആ ആധികാരികമായ രേഖ? രണ്ടാമത്തെ ചോദ്യം, ഞാൻ പറയുന്നു, ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഞാൻ പറയുന്നു കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ളത് ഹരിയാനയിലും, അതിനുശേഷം രാജസ്ഥാനിലും, അതിനുശേഷം ബീഹാറിലും, അതിനുശേഷം ജാർഖണ്ഡിലും, അതിനുശേഷം മാത്രമാണ് കേരളത്തിൽ വന്ന് ഞാൻ പറയുന്നു. ഇതിനകത്ത് അല്ല, ഞാൻ പറയട്ടെ, ആദ്യം അദ്ദേഹം കോട്ട് ചെയ്തത് പറയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാന്നേ. ഞാൻ പറയാം. ഇതിൽ ഹരിയാനയിൽ 35% തൊഴിൽ രഹിതർ ഉള്ളപ്പോ കേരളത്തിൽ 29.8 തൊഴിൽ രഹിതർ. രേഖകൾ പ്രകാരം എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? എന്നിട്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ എന്ന് പറയുന്നത്. 5ാം സ്ഥാനത്താണ് കേരളം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതായത് നേരത്തെ ചോദിച്ചപ്പോ ഈ കേന്ദ്രം കേരളത്തിന് എന്തെങ്കിലും പണം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ 10 പൈസ ഇല്ലെന്ന് പറയും. ഗോപാലകൃഷ്ണൻ പറയും. അതുപോലെ തന്നെ തൊഴിൽ രഹിതർ അത് കേരളമാണെന്ന് പറയും. ഹോസ്പിറ്റൽസ് ഇല്ലാത്ത നാട് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണെന്ന് പറയും. ഇത് എന്ത് കണക്കാണെന്നേ? ഇതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനപരമായ രേഖ വേണ്ടേ?